കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ ആഘോഷപൂർവ്വം വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച കോട്ടയം കുമരകം ദേശീയപാതയോരമാണിത്. വെച്ച തൈകളിൽ മിക്കതും കാണാനില്ല. വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചിരുന്ന പ്രദേശങ്ങളാകെ കാടുപിടിച്ചു കിടക്കുന്നു. വളർന്നു വരുന്ന തൈകളാകട്ടെ പരിചരണം ലഭിക്കാതെ നശിക്കുന്നു. ഇക്കുറിയും 7 ലക്ഷത്തോളം തൈകളാണ് വനം വകുപ്പ് ജില്ലയിൽ വിതരണം ചെയ്യുന്നത്. സ്കൂളുകൾക്ക് സൗജന്യമായി നൽകുമ്പോൾ ഇതര സംഘടനകളിൽ നിന്നും തൈ ഒന്നിന് 50 പൈസ ഈടാക്കുന്നുണ്ട്. എന്നാൽ തൈകളുടെ ഉൽപ്പാദന ചെലവ് അതിന്റെ 10 മടങ്ങ് ഇരട്ടിയുമാണ്. ഇത്തരത്തിൽ കൊണ്ടുപോകുന്ന വൃക്ഷത്തൈകൾ ശരിയായി പരിപാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനം പോലും ഇല്ല. ആഘോഷപൂർവ്വം വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്ന വനം വകുപ്പ് അതിന്റെ സംരക്ഷണം കൂടി ഉറപ്പാക്കണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ആവശ്യം. ഗവൺമെൻറ് പൈസ മുടക്കുന്നുണ്ട്, ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ ആ തൈ നട്ടുവളർത്തി മുന്നോട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ ഇതുവരെയായിട്ടും ഒരു ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. സംസ്ഥാനമൊട്ടാകെയുള്ള ദേശീയപാതയോരങ്ങളിൽ വെച്ചുപിടിപ്പിക്കുന്ന വൃക്ഷത്തൈകളുടെ എല്ലാം അവസ്ഥ ഏറെക്കുറെ ഇങ്ങനെ തന്നെ. ഓരോ പരിസ്ഥിതി ദിനത്തിലും ലക്ഷങ്ങൾ ചെലവഴിച്ച് വനവൽക്കരണ പരിപാടി നടത്താറുണ്ടെങ്കിലും തുടർ സംരക്ഷണം ഉറപ്പാക്കാൻ ആരും മെനക്കെടാറില്ല. റിപ്പോർട്ടർ, കോട്ടയം.